ജസ്റ്റ് കണ്ടിരിക്കാവുന്ന ഒരു മൂവി മാത്രമായിട്ടാണ് ജുറാസിക് ഫ്രാഞ്ചൈസിയിലെ 7ാമത്തെ സിനിമയായിട്ടുള്ള ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനിലൂടെയാണ് സിനിമ പോകുന്നത്. ഹാർട്ട് അറ്റാക്കിന് വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ടൈപ്പ് ഓഫ് ഡൈനോസേഴ്സിന്റെ ബ്ലഡ് ആവശ്യമാണ്. അതിനുവേണ്ടി ഒരു ടീം ആ ഒരു ദ്വീപിലോട്ട്, ഡൈനോസേഴ്സ് ഉള്ള ഒരു ദ്വീപിലോട്ട് യാത്രയാവുന്നു. തുടർന്നുണ്ടാവുന്ന സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. യാതൊരുവിധ ഹൊറർ എലമെന്റ്സുകളോ അല്ലെങ്കിൽ ത്രില്ലിംഗ് എലമെന്റ്സുകളോ ഒന്നും തന്നെ ഇല്ലാതെ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് സിനിമ പോകുന്നത്. ഈ ഒരു സിനിമയിലെ പല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻസുകൾ പോലും മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ജുറാസിക് വേൾഡിലെയും അല്ലെങ്കിൽ ജുറാസിക് പാർക്കിലെയും സീൻസുകൾ റീക്രിയേറ്റ് ചെയ്ത പോലെ ഫീലാണ് നമുക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ടായിരുന്നത്. ലീഡ് ആക്ടറായിട്ട് വേഷം ചെയ്തിരിക്കുന്ന സ്കാർലറ്റ് ജോൺസിന് പോലും കാര്യമായിട്ട് ഈ ഒരു സിനിമയിൽ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ആ ഒരു സ്കാർലറ്റ് ജോൺസിന് പകരം വേറെ ആര് ഈ റോൾ ചെയ്താലും അത് ഓക്കേഷൻ എന്നുള്ള ഒരു ഫീല് മാത്രമാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ജസ്റ്റ് അങ്ങനെ കണ്ടിരുന്നതിന് അപ്പുറത്തേക്കായിട്ട് കാര്യമായിട്ട് ഒന്നും സമ്മാനിക്കാത്ത ഒരു മൂവി മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഡൈനോസേഴ്സിനൊന്നും ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ വേണമെങ്കിൽ കൊണ്ടുപോയിട്ട് കാണിക്കാം. അല്ലാതെ ജുറാസിക് പാർക്കും ജുറാസിക് വേൾഡും ഫോളോ ചെയ്ത് വന്നിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ തീർത്തും നിരാശപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും. കൂടാതെ നമ്മുടെ മനസ്സിൽ ടീറക്സിനെ പറ്റിയിട്ടും റാപ്റ്റേഴ്സിനെ പറ്റിയിട്ടും ഒക്കെ നല്ലൊരു പിക്ചർ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടായിരിക്കും. ടീറക്സിനൊക്കെ വളരെ അങ്ങ് അപമാനിച്ച് വിട്ട തരത്തിൽ ഒരു കോമഡി പീസ് ആക്കിയ പോലെയാണ് ഈ ഒരു സിനിമയിൽ ടീറക്സിനെ കാണിച്ചിരിക്കുന്നത്. ഒരു ക്യാമിയോ റോൾ കൊടുക്കാനുള്ള ശ്രമമാണ് സിനിമ നടത്തിയതെങ്കിലും അത് വളരെ കോമഡി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു, ഒരു നിർവികാരതയോട് കൂടിയിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നു. അങ്ങനെ കണ്ടൊരു സിനിമയായിട്ടാണ് ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ സിനിമ അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നത്.